നമസ്കാരം. 2026 അടുത്ത T20 ലോകകപ്പിനായി പടയൊരുക്കം നടത്താനുള്ള സമയമാണ് ടീം ഇന്ത്യക്ക് മുന്നിലുള്ള 2 വർഷങ്ങൾ. ഈ കാലയളവിൽ ടീമിനകത്തും പുറത്തും പല മാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. സമാപിച്ച ലോകകപ്പോടെ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിക്കഴിഞ്ഞു. ഇനി പുതിയ കോച്ചായ ഗൗതം ഗംഭീറിന് കീഴിലായിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്ര. 2026 T20 ലോകകപ്പിനായി ടീമിനെ ഒരുക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. വളരെ അഗ്രസീവായ ഒപ്പം ഭയമില്ലാതെ കളിക്കാൻ ശേഷിയുള്ള യുവനിരയെ ആയിരിക്കും T20 ലോകകപ്പിന് വേണ്ടി ഗംഭീർ വാർത്തെടുക്കുക. തൻ്റെ ചിന്തകളുമായി ഒത്തുപോകുന്ന അതോടൊപ്പം പ്രതിഭയുള്ള കളിക്കാർക്കായിരിക്കും ഗംഭീർ ടീമിൽ സ്ഥാനം അല്ലെങ്കിൽ മുൻഗണന നൽകുക. IPL തിളങ്ങിയ പല യുവതാരങ്ങളെയും ഗംഭീർ ലോകകപ്പ് ടീമിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുമെന്ന ഉറപ്പാണ്. നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻ നായകൻ വിരാട് കോഹ്ലിയും T20 നിന്നും വിരമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ അഭാവം നികത്തുക എന്നതാണ് അടുത്ത ലോകകപ്പിന് മുൻപ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇനിയുള്ള 2 വർഷത്തിനിടെ T20 ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് വിശദമായി ഒന്ന് നോക്കാം. രോഹിത്തിൽ നിന്നും ടീമിന്റെ കടിഞ്ഞാൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയിലേക്ക് വരും എന്നതാണ് ടീമിലെ ഏറ്റവും സുപ്രധാനമായ മാറ്റം. സ്ഥിരം T20 ക്യാപ്റ്റനായി ഔദ്യോഗികമായി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ റോളിലെ ഫേവറിറ്റ് തന്നെയാണ് ഹർദിക് പാണ്ഡ്യ. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ 2026 T20 ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് ഹർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും. വൈസ് ക്യാപ്റ്റന്റെ റോളിലേക്ക് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയോ യുവ ഓപ്പണർ ശുഭ്മൻ ഗില്ലോ ആയിരിക്കും വരാൻ പോകുന്നത്. ഈ റോളിലേക്ക് കൂടുതൽ അനുയോജ്യനായ താരം ഗില്ല് തന്നെയാണ്. കാരണം ഹർദിക്കിന് ശേഷം ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാൻ പ്രായം അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. സിംബാബ്വേയുമായി നടക്കുന്ന T20 പരമ്പരയിലൂടെ ഇന്ത്യൻ ക്യാപ്റ്റനായി ഗില്ല് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്യുകയാണ്. T20 ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളാവുക ഗില്ലും യശസ്വി ജയ്സ്വാളും ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരാണ് ഓപ്പണിംഗ് റോളിലേക്ക് മത്സരിക്കുന്ന മറ്റുള്ളവർ. സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ വിരമിച്ചതിനാൽ തന്നെ അക്ഷർ പട്ടേലിനായിരിക്കും T20 ഈ റോളിലെ ഫസ്റ്റ് ചോയ്സ് താരം. കൂടാതെ ജഡേജയുടെ പിൻഗാമിയായി യുവ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ റിയാൻ പരാഗിനെ ഇന്ത്യ വളർത്തിക്കൊണ്ട് വരികയും ചെയ്തേക്കും. വിക്കറ്റ് കീപ്പർമാരുടെ കാര്യമെടുത്താൽ T20 തനിക്ക് വഴങ്ങിയില്ല എന്ന് വീണ്ടും കാണിച്ചു തന്ന ഋഷഭ് പന്തിനെ ഒരുപക്ഷെ ഇന്ത്യ ഒഴിവാക്കിയേക്കും. ഇവിടെയും ഋഷഭിന്റെ പ്രകടനങ്ങൾ നിരീക്ഷിച്ച ശേഷമായിരിക്കും ഈ ഒരു നടപടി സ്വീകരിക്കുക. പകരം സഞ്ജു സാംസന് കൂടുതൽ അവസരങ്ങൾ നൽകും. ഇതിൽ തിളങ്ങിയാൽ സഞ്ജുവിനെയും ധ്രുവ് ജുറേലിനെയും ഒക്കെ ആയിരിക്കും ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്. ഇനിയുള്ള T20 പരമ്പരകളിൽ ഇരുവർക്കും നല്ലൊരു സ്ഥാനം തന്നെ പ്രതീക്ഷിക്കാം. ഈ അവസരങ്ങൾ ഏറ്റവും നന്നായി മുതലെടുക്കുന്നയാളായിരിക്കും ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. നിലവിൽ T20 പ്ലാനിന്റെ ഭാഗമല്ലാത്ത KL രാഹുലിനെ ഇനി ഈ ഫോർമാറ്റിലേക്ക് തിരിച്ചു വിളിക്കാനും ഇടയില്ല. BCCIയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ എന്നിവർക്കും മടങ്ങിവരവ് ഒരുപക്ഷെ കടുപ്പമായിരിക്കും.